ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ പല വെബ്സൈറ്റുകളുടെ പ്രൈസ് ഡിഫറൻസിന്റെ ഗുണം നേടുന്നതിൽ എക്സ്പേർട്ടുകളാണ്. എന്നാൽ വ്യത്യസ്ത വിപണികളിലെ വിലവ്യത്യാസങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? കൂടുതൽ അറിയാൻ മുന്നോട്ട് കാണുക. എടോ, ഒരു ഫൺ ഫാക്ട് പറയട്ടെ. പറയൂ. നിനക്ക് ക്യാഷും ഫ്യൂച്ചറും മാർക്കറ്റിലെ പ്രൈസ് ഡിഫറൻസിൽ നിന്ന് ബെനിഫിറ്റ് നേടാൻ ഒക്കുമോ? ആദ്യം ഇതൊന്ന് പറയും, ഇതെന്താണെന്ന്. ആദ്യം നിനക്ക് ആർബിട്രേജിന്റെ അർത്ഥം മനസ്സിലാക്കി തരാം. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സാണ്. അവിടെ ഐഡന്റിക്കലോ സമാനമോ ആയ സാമ്പത്തിക ഉപകരണങ്ങളിലെ വിലവ്യത്യാസങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. ഇത് സാധ്യമാകുന്നത് ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആർബിട്രേജ് ഫണ്ടിന്റെ സഹായത്തോടെയാണ്. അതെങ്ങനെ? അടിസ്ഥാനപരമായി ഈ സ്കീം ക്യാഷ് മാർക്കറ്റിൽ സെക്യൂരിറ്റി വാങ്ങുകയും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ മികച്ച വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നതിന്റെ ഗുണം ഉപയോഗിക്കുന്നു. അതുവഴി ഒരു സ്പ്രെഡ് സൃഷ്ടിക്കപ്പെടുന്നു. സ്പ്രെഡ് കൂടുന്തോറും സ്കീമിനുള്ള റിട്ടേൺ കൂടുതലായിരിക്കും, തിരിച്ചും. പിന്നെ അതുമാത്രമല്ല, ഈ ഫണ്ടിന്റെ കുറച്ചു ഭാഗം ഡെറ്റിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇത് വിപണിയിലെ ചാഞ്ചാട്ടം നിയന്ത്രിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. വാവ്, അത് കൊള്ളാം. തീർച്ചയായും. പിന്നെ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആർബിട്രേജ് ഫണ്ട് സാമ്പത്തിക വിപണികളിലെ അത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നിങ്ങളുടെ കവാടമാണ്. ഇതൊരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് പദ്ധതിയാണ്. ഇത് ലക്ഷ്യമിടുന്നത് ഹ്രസ്വകാലത്തേക്ക് നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കുവാനാണ്. ഇതൊരു സ്മാർട്ട് മൂവ് ആണ് വിലവ്യത്യാസങ്ങളിൽ നിന്ന് ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി. ഇനി അഥവാ ഈ സ്കീമിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഇത് വിവിധ ബെനിഫിറ്റ്സുകൾ ഓഫർ ചെയ്യുന്നു. ബ്രോ, ഇത് വളരെ നല്ലതാണ്. ബട്ട് ഓർക്കുക, ഈ സ്കീം അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനായി സ്യൂട്ടബിൾ ആണ് കുറഞ്ഞ സമയത്തേക്ക് തങ്ങളുടെ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. കാരണം ആർബിട്രേജ് അവസരങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. പിന്നെ എന്തിനു നിൽക്കുന്നു? തിരഞ്ഞെടുക്കൂ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആർബിട്രേജ് ഫണ്ട്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിപണികളിൽ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.